അലാം അടിക്കുന്നത് കേട്ടാണ് ഞാൻ ഞെട്ടി ഉണർന്നത്. എനിക്ക് കിടക്കുന്നത് എവിടെയാണെന്ന് ആദ്യം മനസ്സിലായില്ല, ഓർമ്മ വന്നില്ല. ഞാനിപ്പോൾ അലോഹ ഹോട്ടലിലാണ്, മനിലയിലെ അലോഹ ഹോട്ടലിൽ, ഫിലിപ്പീൻസിൻ്റെ തലസ്ഥാനമായ മനില. പുലർച്ചെ 4 മണിക്ക് ഈ അലാം അടിച്ച് ഉണരാനൊരു കാരണമുണ്ട്. ഇന്ന് ദീർഘമായൊരു കടലയാത്രയ്ക്ക് ഞാൻ പോവുകയാണ്. ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലത്തേക്കുള്ള യാത്ര, ഞെട്ടിക്കുന്ന കഥകളുള്ളൊരു സ്ഥലത്തേക്കുള്ള യാത്ര, അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളിലേക്കൊരു യാത്ര. പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു, കുളിച്ചു, ഫ്രഷായി, ക്യാമറ, ബാറ്ററി, അനുബന്ധ സാധനങ്ങൾ എല്ലാം എടുത്തു. പെട്ടെന്ന് താഴെ റിസപ്ഷനിൽ ചെല്ലുന്നു. റിസപ്ഷനിൽ ചെല്ലുമ്പോൾ എന്നെ ഫെറിപ്പിയറിലേക്ക് കൊണ്ടുപോകേണ്ട ടാക്സിക്കാരൻ വന്നിട്ടില്ല. ഞാൻ റിസപ്ഷനിൽ ചെന്ന് ചോദിച്ചു. റിസപ്ഷനിലാണ് ഞാൻ ഇന്നലെ ടാക്സി ബുക്ക് ചെയ്തിരുന്നത്. അവർ വിളിച്ച് വരുത്താമെന്ന് പറഞ്ഞിരുന്നു. ഉടനെ തന്നെ റിസപ്ഷനിലുണ്ടായിരുന്ന ജീവനക്കാരൻ ഒരു രജിസ്റ്ററൊക്കെ മറിച്ച് നോക്കി. എൻ്റെ റൂം നമ്പറിൻ്റെ അടുത്ത് ഒരു ടാക്സിക്കാരൻ്റെ നമ്പർ എഴുതിയിട്ടുണ്ട്. അയാളോടാണ് പറഞ്ഞിരുന്നത്. അയാളെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തു. അയാളെന്തോ പറഞ്ഞു. ഈ റിസപ്ഷനിലെ ജോലിക്കാരൻ ഫോൺ താഴെ വെച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അയാൾ പുറത്ത് കാത്തു കിടപ്പുണ്ട്. ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് ചെന്നു. നല്ല ഇരുട്ടാണ്. പുലർച്ചെ 4:30 സമയം. തെരുവിലധികം വാഹനങ്ങളൊന്നുമില്ല. ഈ ഹോട്ടൽ തെരുവിനോട് ചേർന്ന് തന്നെയാണ്. അതിന് കുറച്ച് മാറിയിട്ടാണ് പാർക്കിംഗ് ഏരിയ. അതുകൊണ്ടാണ് ഈ ഇരുട്ടത്ത് വന്ന് കിടന്ന കാറ് ഞാൻ കാണാതിരുന്നത്. ഞാൻ കാറിനടുത്തേക്ക് ഓടിച്ചെന്നു. കാറിൽ ചെന്ന് കയറി. അയാളോട് ഞാൻ പറഞ്ഞു, എനിക്ക് എസ്പ്ലനേഡ് പിയറിലേക്ക് പോകണം. എസ്പ്ലനേഡ് ഒരു സീസൈഡ് ടെർമിനലാണ്. ഈ ഫിലിപ്പീൻസിൻ്റെ നിരവധിയായ ദ്വീപുകളിലേക്ക് ഫെറികൾ പുറപ്പെടുന്ന സ്ഥലം. വാഹനത്തിനൊക്കെ അധികം ഇല്ലായിരുന്നതുകൊണ്ട് അരമണിക്കൂർ കൊണ്ട് ഈ എസ്പ്ലനേഡിലെത്തി. ഈ എസ്പ്ലനേഡിലെത്തി പുറത്തിറങ്ങുമ്പോൾ അവിടെ ഒരു വലിയ ഫെറി ബിൽഡിംഗ് ഉണ്ട്. അതിന് സമീപത്ത് നിരവധി ഹോട്ടലുകളുണ്ട്. മനില നഗരത്തിൻ്റെ ഭാഗമായിട്ട് പുതുതായി കടലിൽ മണ്ണിട്ട് ഉയർത്തിയെടുത്തിയൊരു പ്രദേശമാണ്. അത് സ്വകാര്യ വ്യക്തികളാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു വിമാനത്താവളത്തിനകത്തേക്ക് കയറുന്ന പോലെ, അല്ലെ വിമാനത്തിലേക്ക് പോകുന്നത് പോലുള്ള സുരക്ഷാ പരിശോധനകളാണ്. നമ്മളെ മെറ്റൽ ഡിറ്റക്ടറിനകത്തൂടെ കടത്തിവിടും. നമ്മുടെ ബാഗ് എക്സ്റേ മെഷീനിലൂടെ കടത്തിവിടും. ചിലത് തുറന്ന് പരിശോധിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും ആധുനികമായ ഈ എസ്പ്ലനേഡിലെ സീസൈഡ് ടെർമിനലിൽ ഞങ്ങൾ കാത്തുനിൽപ്പായി. 6 മണിക്കാണ് ഞങ്ങളുടെ ബോട്ട് ഇവിടുന്ന് പുറപ്പെടുക. അതുവരെ സമയമുണ്ട്. അവിടെ ചെറിയ കോഫി ഷോപ്പുകളുണ്ട്, ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ട്. മനോഹരമായ ആധുനികമായൊരു ഫെസിലിറ്റിയാണത്. ഈ ഫിലിപ്പീൻസ് പോലുള്ള പല രാജ്യങ്ങളിലും ഇന്ന് കടൽ ഗതാഗതം, നിരവധി ദ്വീപുകളുള്ള ചെറിയ രാജ്യങ്ങളൊക്കെ ഇത്തരത്തിൽ അതിഗംഭീരമായ ഫെറി സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്, കറ്റമറൻ സർവീസുകൾ. അത് പല നാടുകളിലും ഞാൻ അത്തരത്തിൽ സഞ്ചരിച്ചിട്ടുണ്ട്. നമ്മുടെ ലക്ഷദ്വീപിലേക്കൊക്കെ എന്തുകൊണ്ടാണ് ഇത്തരം ആധുനികമായ, ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളെ കണക്ട് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഫെറി സർവീസുകൾ, കറ്റമറൻ സർവീസുകൾ ആരംഭിക്കാൻ കഴിയാത്തതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഈ ദ്വീപുകളെല്ലാം കണക്ട് ചെയ്ത് രസകരമായ യാത്ര ടൂറിസ്റ്റുകൾക്ക് പോലും ഓഫർ ചെയ്യുന്നതാണ് ഇത്തരം ഫെറി സർവീസുകൾ. എയർ കണ്ടീഷൻഡായിട്ടുള്ള ഡെക്കുകൾ, ഓപ്പൺ ഡെക്ക് ഒക്കെ ഉണ്ടാവും. കറ്റമറനായതുകൊണ്ട് തന്നെ അത് സ്റ്റേബിളായിരിക്കും. ചെറിയ കോളും കടൽ തിര അല്പം രൂക്ഷമായിരിക്കും ഒക്കെ ചെയ്താൽ പോലും വളരെ സുഖകരമായിട്ട് ശാന്തമായിട്ട് യാത്ര ചെയ്യാം. MV സൺക്രൂസർ 2 എന്ന് പറയുന്ന ഒരു വെസലാണ് ഞങ്ങൾക്ക് പോകാനുള്ളത്. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും ആ MV സൺക്രൂസർ 2 പയ്യെ പുറകോട്ട് ഓടി വന്ന് ഞങ്ങളുടെ ആ കടവിനോടടുത്തു, ആ ഫെറി പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് വന്ന് നിന്നു. അപ്പോഴേക്കും ഞങ്ങൾക്ക് കയറേണ്ട സമയമായി. വീണ്ടും ഒരു പരിശോധനകളുടെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയായിട്ട് ഈ ഫെറിക്കകത്തേക്ക്, ഈ ബോട്ടിനുള്ളിലേക്ക് കടത്തിവിട്ടു. ഇത്തിരി പഴക്കമുള്ളൊരു ബോട്ടാണത്. വലിയ ബോട്ടാണ്. ഏതാണ്ട് 250 ആളുകൾക്ക് യാത്ര ചെയ്യാവുന്ന വലിയൊരു ബോട്ട്. ചെറിയൊരു കപ്പലെന്നോ വലിയൊരു ബോട്ടെന്നോ ഒക്കെ വിളിക്കാവുന്ന സൈസുണ്ട്. ഇതിനകത്ത് മനോഹരമായൊരു എയർ കണ്ടീഷൻഡ് ഹാളുണ്ട്. അതിനകത്തിരുന്നാൽ പുറത്തെ കാഴ്ചകൾ ഭംഗിയായിട്ട് കാണാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഈ ചില്ലൊക്കെ അത്ര വൃത്തിയില്ലാതെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്ത് താഴത്തെ നിലയിൽ ഒരു ഓപ്പൺ ഡെക്കുണ്ട്, അവിടെ ഇറങ്ങി നിൽക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ അവിടേക്ക് ചെന്നു. അവിടെ ഇറങ്ങി നിന്നാൽ പുറത്തെ കാഴ്ചകൾ മനോഹരമായിട്ട് ഷൂട്ട് ചെയ്യാം. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും ബോട്ട് പുറപ്പെടുകയായി. ബോട്ട് ഈ മനില ബേ എന്ന് പറയുന്ന മനിലയിലേക്ക് കയറിക്കിടക്കുന്ന ഉൾക്കടലിലൂടെ പുറപ്പെടുകയാണ്, പുറത്തേക്ക് യാത്ര ചെയ്യുകയാണ്. നമ്മളിന്ന് പോകുന്നത് കൊറിഗഡോർ എന്ന് പറയുന്നൊരു ദ്വീപിലേക്കാണ്. ഈ മനില ബേ ഫിലിപ്പൈൻസിൻ്റെ ഈ പ്രധാന ദ്വീപിൻ്റെ ഉള്ളിലേക്ക് കയറിക്കിടക്കുന്ന ഒരു ഉൾക്കടലാണ്. ഇങ്ങനെ ഒരു റാ പോലെ ഉള്ളിലേക്ക് കയറിക്കിടക്കുന്നു. അതിൻ്റെ തീരത്താണ് മനില എന്ന് പറയുന്ന തലസ്ഥാന നഗരം, പ്രധാന പട്ടണങ്ങളും ജനവാസയിടങ്ങളും ഒക്കെ. ഈ ഉൾക്കടലിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ കപ്പലുകൾ അകത്തേക്ക് കയറി വന്നാണ് ഈ മനിലയെ ഒരു കോളനിയാക്കി ഈ പ്രദേശത്തെ വൈദേശിക ഭരണത്തിന് കീഴിലാക്കിയിരുന്നത്. ഈ കയറി വരുന്ന ഈ റാ പോലുള്ള കിടക്കുന്നതിൻ്റെ ആ ഓപ്പണിംഗ് ഉണ്ടല്ലോ, അവിടെയുള്ള ഒരു ദ്വീപാണ് കൊറിഗഡോർ. ഈ മനില ബേക്ക് അകത്തേക്ക് ഒരു കപ്പലിന് കയറിപ്പോകണമെങ്കിൽ പോലും ഈ ഉൾക്കടൽ ആരംഭിക്കുന്ന ഭാഗത്തുള്ള ഈ ദ്വീപിൽ ഉള്ള സൈന്യത്തിൻ്റെ അനുമതി കിട്ടിയെങ്കിൽ മാത്രമേ കയറിപ്പോകാൻ പറ്റുള്ളൂ.
നൂറ്റാണ്ടുകളായി സ്പെയിൻകാരുടെ കാലത്ത് പോലും ഈ കൊറിഗഡോർ എന്ന് പറയുന്നത് ഒരു പട്ടാള ദ്വീപായിരുന്നു. ഏതാണ്ട് 6 കിലോമീറ്റർ നീളവും ഏറ്റവും വീതിയുള്ള ഭാഗത്ത് ഒരു 2 കിലോമീറ്റർ വീതിയുള്ള ഒരു ചെറിയ ദ്വീപ്. മലയാണ്. ആ ദ്വീപ് ഒരു പരന്ന സ്ഥലമല്ല, മലമ്പ്രദേശമാണ്. ഈ 6 കിലോമീറ്റർ നീളത്തിലും മലകളാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് സമതലമായ കുറച്ച് ഭാഗമുണ്ട്. അവിടെ ഒരു എയർ സ്ട്രിപ്പൊക്കെ പിന്നീട് അമേരിക്കൻ പട്ടാളം ഇവിടെ ഈ പ്രദേശം പിടിച്ചടക്കിയപ്പോൾ ഈ കൊറിഗഡോർ അവരുടെ സൈനിക ആസ്ഥാനമാക്കി മാറ്റിയപ്പോൾ പണിതു. ഈ കൊറിഗഡോർ ദ്വീപ് 2ാം ലോക മഹായുദ്ധകാലത്ത് അതിഭീകരമായ യുദ്ധത്തിൻ്റെയും അതിഭീകരമായ ക്രൂരതകളുടെയും ഒരു സ്ഥലമായിരുന്നു. ആ ചരിത്രത്തിലേക്ക്, ആ കഥകളിലേക്കാണ് ഇന്നത്തെ ഒരു ദിവസത്തെ യാത്ര. ഏകദേശം ഒരു 2 മണിക്കൂർ യാത്ര ചെയ്യണം നമ്മൾ ഈ കൊറിഗഡോർ ദ്വീപിലെത്താൻ. ഈ മനില ബേയ്ക്കകത്തൂടെ യാത്ര ചെയ്യണം. അങ്ങനെ പോകുമ്പോൾ രസകരമായ ചില കാഴ്ചകളുണ്ട്. ഈ ഉൾക്കടലിൽ രാവിലെ വളരെ ശാന്തമാണ്. സ്ഫടികം പോലെ ഇങ്ങനെ വെള്ളം കിടക്കുക, ഓരോളവും ഇല്ല, തിരകളില്ല, ഒന്നുമില്ല. പക്ഷേ ഇതിനകത്ത് ചില നിർമ്മിതികൾ കാണാം. ഫിഷ് പെന്നുകൾ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ കൊച്ചിയിൽ ചീനവലകളുണ്ടല്ലോ, കായലിൽ ഇങ്ങനെ നിൽക്കുന്ന ചീനവലകൾ, ഏതാണ്ട് സമാനമായ രീതിയിൽ മുള കൊണ്ട് വട്ടത്തിൽ വെള്ളത്തിലടിച്ച ഒരു വേലിക്കെട്ട്, ഈ വേലിക്കെട്ടിനകത്ത് വല സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഫ്രെയിം, ഈ ഫ്രെയിമിൻ്റെ മുകളിൽ നിരവധി ബൾബുകൾ തെളിഞ്ഞു കിടക്കും. ഈ വലയ്ക്കകത്ത് മത്സ്യത്തിനുള്ള ഭക്ഷണം ഇട്ടിട്ടുണ്ടാവും. രാത്രി ഈ വിളക്കും തെളിച്ച് ഈ വല വെള്ളത്തിനടിയിൽ മുക്കിയിടും. അതിനകത്ത് മീൻ വന്ന് ഈ ഭക്ഷണമൊക്കെ കഴിച്ച് ഇതിനകത്ത് കൂടും. പുലർച്ചെ ഇവിടുത്തെ തൊഴിലാളികൾ ഈ വല ഉയർത്തും, അതിനകത്ത് മത്സ്യം ലഭിക്കും. ഇങ്ങനെയുള്ള 100 കണക്കിന് ഫിഷ് പെന്നുകളാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്നത്. വേറൊരു കൂട്ടരുണ്ട് ഇവിടെ, വള്ളത്തിൽ പോകുന്നവരാണ്. നമ്മുടേത് കൂട്ട് വെള്ളമല്ല. ഈ വള്ളത്തിൻ്റെ 2 സൈഡിലേക്ക് ഓരോ ചിറകുണ്ട്. ചിറകുന്നോ കൈകളെന്നോ എന്ന് വേണേൽ പറയാവുന്ന 2 കമ്പുകൾ പുറത്തേക്ക് വലിച്ചു കെട്ടിയിട്ട് ആ കമ്പിനെ ബന്ധിപ്പിച്ച് വേറൊരു കമ്പ് കെട്ടി, അതായത് ഈ മെലിഞ്ഞ വള്ളം ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള 2 ആമുകളാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഈ ഫിലിപ്പീൻസിലും മലേഷ്യയിലും ഇന്തോനേഷ്യയിലും ബാലിയിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ അങ്ങ് ഈസ്റ്റ് തിമോറിലെ യാത്രകളിൽ, ഈ കഴിഞ്ഞ വർഷം നടത്തിയ യാത്രകളിൽ പോലും ഇത്തരം വള്ളങ്ങൾ കണ്ടിരുന്നു. അത് ഈ കിഴക്കനേഷ്യയുടെ ഒരു പ്രധാന ജലവാഹനമാണ്. മീൻപിടുത്തത്തിന് പോകുന്ന ചെറിയ സംഘങ്ങളൊക്കെയാണ് ഇത്തരം വള്ളങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതിന് ബാങ്ക എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്, ബാങ്ക. അത്തരത്തിലുള്ള മീൻപിടുത്തക്കാരെയൊക്കെ പിന്നിട്ട് നമ്മളിങ്ങനെ ഓടുകയാണ്. അങ്ങനെ 2 മണിക്കൂർ ഓടി നമ്മൾ ഈ കൊറിഗഡോർ ദ്വീപിൻ്റെ ഒരറ്റം കണ്ടു തുടങ്ങുകയായി. കുറേ കെട്ടിടങ്ങൾ കാണാം ഈ ദ്വീപിൽ. അതിൻ്റെ മുകളിൽ ഒരു വലിയ കെട്ടിടം, ഓടിട്ട വലിയ നീണ്ടൊരു കെട്ടിടം കാണാം. അതൊരു റിസോർട്ടാണ്, കൊറിഗഡോർ ഇൻ എന്ന് പറയുന്ന ഒരു റിസോർട്ട്. ഇത്തരത്തിൽ നിരവധി ഹോട്ടലുകളും റിസോർട്ടുകളും ഇപ്പോൾ ഈ കൊറിഗഡോർ ദ്വീപിലുണ്ട്. എന്നാൽ 2ാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത് വരെ കൊടിയ യുദ്ധത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നത്. അതിന് കാരണമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഫിലിപ്പൈൻസിൻ്റെ ആധിപത്യം പിടിക്കണമെങ്കിൽ മനില എന്ന് പറയുന്നവരുടെ തലസ്ഥാനം പിടിച്ചെടുക്കണം. മനില എന്ന് പറയുന്ന തലസ്ഥാനം പിടിക്കണമെങ്കിൽ അക്കാലത്ത് ഈ ഉൾക്കടലിലൂടെ യുദ്ധക്കപ്പലുകളിൽ കയറി വന്ന് മനിലയെ പിടിച്ചെടുക്കണം. ഈ യുദ്ധക്കപ്പലുകൾക്ക് മനിലയിലേക്ക് കയറണമെങ്കിൽ ഈ മനില ബേയുടെ തുടക്കം, ഓപ്പണിംഗ് ആയ ഈ ഭാഗത്തൂടെ കടന്നു പോകണം. ഈ ഭാഗത്താണ് കടലിൻ്റെ നടുക്ക്, അല്ലെങ്കിൽ ഈ ഓപ്പണിങ്ങിൻ്റെ മധ്യഭാഗത്ത് ഈ കൊറിഗഡോർ എന്ന് പറയുന്ന ദ്വീപ്. ഈ ദ്വീപിൽ സ്പെയിൻകാർ ഒരു സൈനിക കേന്ദ്രം സ്ഥാപിച്ചു. പിന്നീട് 1898 അമേരിക്കക്കാർ, USA, സ്പെയിനിൽ നിന്ന് ഈ പ്രദേശത്തിൻ്റെ ഭരണം പിടിച്ചെടുത്തതോടുകൂടി പിന്നീട് 2ാം ലോക മഹായുദ്ധം തീരുന്നതുവരെ അമേരിക്കയുടെ ഒരു കോളനിയായി ഇവിടെ മാറുകയായിരുന്നു. അമേരിക്ക ഇവിടെ പിടിച്ചടക്കി ആദ്യം തന്നെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊറിഗഡോർ ദ്വീപിനെ അവരുടെ ഒരു സൈനിക കേന്ദ്രമാക്കി. 100 കണക്കിന് 1000 കണക്കിന് സൈനികർക്ക് താമസിക്കാൻ കഴിയുന്ന പട്ടാള ബാരക്കുകൾ, അവർക്ക് വേണ്ട ഫെസിലിറ്റികൾ, ആശുപത്രികൾ, ആയുധപ്പുരകൾ, പീരങ്കികൾ, ആയുധങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ഗോഡൗണുകൾ, തുരങ്കങ്ങൾ, സുരക്ഷാ കേന്ദ്രങ്ങൾ, ടെലികമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റികൾ, എൻ്റർടൈൻമെൻറ്റ് കേന്ദ്രങ്ങൾ എല്ലാം ഈ ദ്വീപിൽ സെറ്റ് ചെയ്തു. ഒരു മിലിറ്ററി രാജ്യം തന്നെ പോലെ, ഒരു സ്വതന്ത്ര രാജ്യം, സാധാരണക്കാർക്ക് പ്രവേശനമില്ലാത്ത പട്ടാളത്തിന് വേണ്ടി മാത്രമുള്ളൊരു ദ്വീപ്. ഇവിടെ ചുറ്റോട് ചുറ്റും 360 ഡിഗ്രിയിലും വെടിവെക്കാവുന്ന പീരങ്കികൾ സ്ഥാപിച്ചു. ഈ ഉൾക്കടലിലൂടെ കടന്നു വരുന്ന, അനുവാദമില്ലാതെ കടന്നു വരുന്ന ഏത് കപ്പലിനെയും പീരങ്കി കൊണ്ട് വെടിവെച്ച് താഴെയിടാൻ, തകർത്ത് മുക്കിക്കളയാൻ പറ്റുന്ന രീതിയിലുള്ള സന്നാഹങ്ങൾ ഒരുക്കി വെച്ചു. എന്നാൽ 2ാം ലോക മഹായുദ്ധം ആരംഭിച്ചതോടുകൂടി ജപ്പാൻ പേൾ ഹാർബറിൽ കൊണ്ടുപോയി ബോംബിടുന്നു. അമേരിക്കയുടെ പേൾ ഹാർബറിൽ യുദ്ധം തുടങ്ങിയതോടുകൂടി ഒരു കാര്യം മനസ്സിലായി, അടുത്ത ലക്ഷ്യസ്ഥാനം ജപ്പാൻ്റേത് ഈ കൊറിഗഡോർ ദ്വീപായിരിക്കും, ഈ ഫിലിപ്പീൻസ് ആയിരിക്കും. കാരണം കിഴക്കനേഷ്യയിൽ അമേരിക്കയുടെ ഏക പ്രദേശം, കോളനി, അല്ലെങ്കിൽ അവരുടെ ഒരു ബേസ് എന്ന് പറയുന്നത് ഈ കൊറിഗഡോർ ദ്വീപും ഇതുമാണ്.
പെട്ടെന്ന് തന്നെ അമേരിക്ക ശക്തമായ സംവിധാനങ്ങളൊരുക്കി, ആയുധങ്ങളെത്തിച്ചു, ധാരാളം പടയാളികളെ എത്തിച്ചു, യുദ്ധത്തിന് വേണ്ട എല്ലാ സന്നാഹങ്ങളും ഒരുക്കി, പുതിയ ടണലുകൾ പണിതു, സുരക്ഷ വർദ്ധിപ്പിച്ചു, നിരവധി പുതിയ കെട്ടിടങ്ങൾ പണിതു. അങ്ങനെ ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ യുദ്ധസജ്ജമായ ഒരു ദ്വീപായിട്ട് ഇത് മാറി. എന്നാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ജപ്പാൻ്റെ കനത്ത ആക്രമണത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന പലതും തകർന്ന് തരിപ്പണമായി. ജപ്പാൻ ഫിലിപ്പൈൻസ് തന്നെ പിടിച്ചടക്കി. അമേരിക്കൻ പട്ടാളക്കാരെയും ഫിലിപ്പീനോ പട്ടാളക്കാരെയും എല്ലാം തടവിലാക്കി. ക്രൂരമായ പീഡനങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു പിന്നീട്. എന്നാൽ 1945 വരെ ഏതാണ്ട് 3 കൊല്ലം ജപ്പാൻ അവരുടെ കിരാത ഭരണം ഇവിടെ നിന്നുകൊണ്ട് ഈ കൊറിഡോറിൽ നിന്നുകൊണ്ട് നയിച്ചു. ഫിലിപ്പൈൻസിനെ ആകെ അവരുടെ കോളനിയാക്കി. അതിൻ്റെ ഭീകരമായ കഥകൾ പുറകെ വരുന്നുണ്ട്. എന്നാൽ 1945 യുദ്ധം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും പസഫിക് മേഖലയുടെ കമാൻഡർ ഇൻ ചീഫായിരുന്ന ഡഗ്ലസ് മർക്കാദർ എന്ന് പറയുന്ന ആ പ്രശസ്തനായ സൈനിക നേതാവിൻ്റെ ഇച്ഛാശക്തിയിൽ ഈ പ്രദേശം തിരിച്ചു പിടിക്കുകയാണ് അമേരിക്ക. ജപ്പാനെ തുരത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന സൈനികരെ എല്ലാം, ബഹുഭൂരിപക്ഷ സൈനികരെയും വധിക്കുന്നു. ബാക്കിയുള്ളവരെ തടവിലാക്കുന്നു. ആയിരക്കണക്കിന് ജാപ്പനീസ് സൈനികരെ അവിടെ കൊല ചെയ്യുന്നു. അവരെ സംസ്കരിച്ചിരിക്കുന്നു അവിടെ തന്നെ, ഈ ദ്വീപിൽ തന്നെ. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധിയായ ചരിത്രങ്ങൾ നടന്ന ഒരു ദ്വീപിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. ബോട്ട് തീരത്തേക്ക് അടുത്തു. ഞങ്ങൾ ഓരോരുത്തരായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇന്ന് ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഈ ബോട്ടിൽ നിന്ന് ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കുറേ ട്രോളി ബസ്സുകൾ കിടക്കുന്നത് കാണാൻ പറ്റും. ട്രോളി ബസ് എന്ന് പറഞ്ഞാൽ ഒരു 30 പേർക്ക് യാത്ര ചെയ്യാവുന്ന 2 സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു തരം ബസ്സാണ്. മുമ്പോട്ട് ഫേസ് ചെയ്ത് ബെഞ്ചുകൾ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ 2 സൈഡിൽ കൂടെ നമുക്ക് ഈ ബെഞ്ചിലേക്ക് കയറാം. ഒരു 6-7 പേര് ഒരു നിരയിലിരിക്കും. തൊട്ട് മുമ്പിൽ അടുത്ത നിര, അങ്ങനെ പല നിരകളായിട്ട് ബെഞ്ചുകൾ ഇട്ടിരിക്കുക. അപ്പോൾ അതിലിരുന്ന് നമുക്ക് യാത്ര ചെയ്യാം. അത്തരത്തിൽ 5-6 ബസ്സുകൾ അവിടെ കിടപ്പുണ്ട്, ട്രോളി ബസ്സുകൾ. രണ്ടാമത്തെ ട്രോളി ബസ്സിലാണ് എനിക്ക് അവസരം കിട്ടിയത്. അങ്ങനെ ഞാനും അതിൽ ചെന്ന് കയറി. അതിൻ്റെ സൈഡിലെ ഒരു സീറ്റിൽ തന്നെ ഞാൻ ഇരിപ്പുറപ്പിച്ചു. കാരണം ഈ സൈഡിലാണെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഓരോ ബസ്സിലും ഒരു ഗൈഡും ഉണ്ട്. ഞങ്ങളുടെ ബസ്സിലും പ്രായം കുറഞ്ഞ ഒരു ഫിലിപ്പീനോ പെൺകുട്ടിയാണ് ഗൈഡ്. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അവർ പറഞ്ഞു, നമുക്ക് 6-7 സ്റ്റോപ്പുകളുണ്ട് പോകുന്ന വഴിക്ക്. ഇവിടെയൊക്കെ വണ്ടി നിർത്തി നമുക്കൊരു 10 അല്ലെ 15 മിനിറ്റ് നേരം അവിടെ കാഴ്ചകളിലേക്ക് പോകാൻ പറ്റും. അവിടെയെല്ലാം വലിയ ചരിത്രം നടന്ന സ്ഥലങ്ങളാണ്. ആ കഥകളെല്ലാം ഞാൻ വിവരിച്ചു തരും. അതിനുശേഷം നമ്മൾ ഒരു 3-4 സ്റ്റോപ്പ് കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിക്കുന്നിടത്ത് ചെല്ലും. അവിടെ ലഞ്ച് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രധാന പ്രദേശങ്ങളിലൂടെ എല്ലാം, ഈ മലമുകളിലൂടെയും താഴ്വാരങ്ങളിലൂടെയും എല്ലാം സഞ്ചരിച്ച് നമ്മൾ ഉച്ച കഴിഞ്ഞ് ഒരു 2:30-3 മണി കഴിയുമ്പോഴത്തേക്കും ടൂർ അവസാനിക്കും. അങ്ങനെ ഈ താഴ്വാരത്തും കുറേ ഹോട്ടലുകളും റിസോർട്ടുകളും റെസ്റ്റോറൻറ്റുകളും എല്ലാം ഉണ്ട്, സൂനീർ കടകളുണ്ട്. അവിടെ നിന്ന് ഞങ്ങളുടെ ഈ ട്രോളി ബസ് യാത്ര ആരംഭിച്ചു. മലകയറ്റം തുടങ്ങി. 2 വശത്തും നിബിഡ വനങ്ങളാണ്. ഈ പോകുന്ന വഴിക്കും വനത്തിനകത്ത് മരങ്ങൾ കൊണ്ട്, വള്ളിപ്പടപ്പ് കൊണ്ട് മൂടിപ്പോയ പഴയകാല കെട്ടിടങ്ങൾ പലതും കാണാം. അതൊക്കെ യുദ്ധത്തിൽ തകർന്നു പോയതാണ്. പിന്നീട് അതാരും പുനർനിർമ്മിച്ചിട്ടില്ല. ഈ വനത്തിനുള്ളിലൂടെ കോൺക്രീറ്റ് ചെയ്ത റോഡാണ്. ആ റോഡിലൂടെ ഈ ട്രോളി ബസ് ഓടി മലയുടെ ഏതാണ്ടൊരു മധ്യഭാഗത്ത് ചെല്ലുമ്പോൾ അവിടെ നീണ്ടൊരു കെട്ടിടത്തിൻ്റെ മുന്നിൽ പോയി ഈ ട്രോളി ബസ് നിന്നു. ഞങ്ങളവിടെ ഇറങ്ങി. ഈ കെട്ടിടം എന്ന് പറയുന്നത് മിഡിൽ ബാരക്സ് എന്നാണ് ഇതറിയപ്പെടുന്നത്. 3 നിലയുള്ള വമ്പനൊരു കെട്ടിടമാണ്. പക്ഷേ ഈ കെട്ടിടത്തിനൊരു കുഴപ്പമുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ അസ്ഥിപഞ്ജരം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ജപ്പാൻകാർ യുദ്ധം തുടങ്ങിയ നാളുകളിൽ തന്നെ കനത്ത ബോംബിങ്ങിലൂടെ ഈ കെട്ടിടത്തെ മുഴുവൻ അരിപ്പയാക്കി കളഞ്ഞു. ബോംബർ വിമാനങ്ങൾ തലങ്ങും വിലങ്ങും പറന്ന് ഈ ബങ്കറുകളെ, ഈ ബാരക്കിനെ മുഴുവൻ തകർത്ത് കളഞ്ഞു. കടൽക്കാറ്റ് സ്ഥിരം അടിച്ചുകൊണ്ടിരിക്കുന്ന ദ്വീപിലാണെങ്കിൽ പോലും 75 വർഷങ്ങൾക്ക് ശേഷവും നല്ല സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുക. ബോംബ് വീണില്ലായിരുന്നെങ്കിൽ ഇന്നും ആ കെട്ടിടം സജീവമായിട്ട് നിന്നേനെന്ന് എനിക്ക് തോന്നി. ഈ ദ്വീപിൽ ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഏകദേശം 14,000 ആളുകൾ വസിച്ചിരുന്നു ഈ ചെറിയ ദ്വീപിൽ. അതിൽ 13,000 പേരും സൈനികരായിരുന്നു. സൈന്യത്തിൻ്റെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥർ മുതൽ ഏറ്റവും താഴെത്തട്ടിലുള്ള സാധാരണ പട്ടാളക്കാർ വരെയായ 13,000 ആളുകൾ. പിന്നെ ഒരു 1000 ഫിലിപ്പീനോകളുണ്ടായിരുന്നു. അവരിവിടുത്തെ ജോലിക്കാരായിരുന്നു. പലവിധ ജോലികൾ, ക്ലീനിങ്, റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ സർവീസിന് വേണ്ടി ഒക്കെ ജോലി ചെയ്തിരുന്ന നിരവധി സിവിലിയൻ ആൾക്കാരും ഉണ്ടായിരുന്നു. ഏതാണ്ട് 1000-ഓളം ആളുകൾ. കിഴക്കൻ ഏഷ്യയിലെ അമേരിക്കയുടെ പ്രധാന ആസ്ഥാനം ഈ ദ്വീപായിരുന്നു പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല. അത്ര പ്രാധാന്യമുണ്ട് ഈ ചെറിയൊരു ദ്വീപിന്. ഈ ദ്വീപിൽ നിന്നായിരുന്നു മറ്റ് സ്ഥലങ്ങളിലേക്കെല്ലാം ഉള്ള കമാൻഡുകൾ പോയിരുന്നത്, നിർദ്ദേശങ്ങൾ പോയിരുന്നത്, നിരവധി സൈനിക ഓപ്പറേഷൻസിന് വേണ്ട ഉത്തരവുകൾ പോയിരുന്നത് ഈ ദ്വീപിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ജപ്പാൻ ഏറ്റവും ആദ്യം ഇടിച്ച് തകർത്ത് കളഞ്ഞത് ഈ ദ്വീപിലെ ഇത്തരം നിർമ്മിതികളായിരുന്നു. അത് ബൃഹത്തായ നിർമ്മിതികളാണ്. 1911 അതായത് 1-ാം ലോകമഹായുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ, അതിനു മുമ്പ് തന്നെ പണി പൂർത്തിയാക്കിയിരുന്നു അമേരിക്ക ഈ വലിയ ബാരക്ക് ബിൽഡിങ്ങുകളൊക്കെ.
അവിടുന്ന് പിന്നെയും നമ്മൾ മല കയറി വീണ്ടും യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ വനത്തിനുള്ളിൽ, നിബിഡ വനത്തിനുള്ളിൽ ഇപ്പോഴും പല കെട്ടിടങ്ങളും കാണാം. പണ്ടത്തെ ആയുധപ്പുരകൾ, പണ്ടത്തെ വർക്ക്ഷോപ്പുകൾ, അതായത് യുദ്ധ ഉപകരണങ്ങൾ നന്നാക്കുന്ന വർക്ക്ഷോപ്പുകൾ, ഫാക്ടറികൾ, ഇതെല്ലാം ഉണ്ടായിരുന്നു. സെൽഫ് സഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കാൻ, ഒരു യുദ്ധകാലത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന എല്ലാ സന്നാഹങ്ങളും ഈ ദ്വീപിൽ ഒരുക്കിയിരുന്നു. ദ്വീപിൻ്റെ താഴ്വാരത്ത് നമ്മൾ വന്നിറങ്ങിയ ബീച്ചിനോട് ചേർന്ന ഭാഗത്തൊക്കെ ജനറേറ്ററുകളുണ്ടായിരുന്നു, പവർ ഹൗസുകളുണ്ടായിരുന്നു. അവിടെ നിന്നുള്ള വൈദ്യുതി കൊണ്ടാണ് ഈ ദ്വീപിലാകെ വൈദ്യുതി എത്തിയിരുന്നത്. ഡീസൽ ജനറേറ്ററുകളായിരുന്നു, 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്നു. താഴെ വമ്പനൊരു ഭൂഗർഭ ഗുഹയുണ്ട്. ഈ ഗുഹയ്ക്കകത്തായിരുന്നു ഹോസ്പിറ്റൽ. അങ്ങനെ ഒരു ഗുഹ, മലയെ തുരന്ന് ഉള്ളിലേക്ക് നീണ്ടു കിടക്കുന്ന വമ്പനൊരു ഗുഹയ്ക്കകത്ത് ഒരു ഹോസ്പിറ്റലും ആയുധപ്പുരകളും ഇവരുടെ പ്രധാന ഡോക്യുമെൻറ്റ്സ് സൂക്ഷിച്ചിരുന്ന സ്ഥലവും അവരുടെ ടെലികമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റികളെല്ലാം ഉണ്ടായതെന്ന് പുറത്തുനിന്ന് ഈ ബോംബെല്ലാം ഇട്ട ജപ്പാൻകാർ അറിഞ്ഞില്ല. ഇത് ഭൂമിക്കടിയിലെ ഒരു ഗുഹയ്ക്കകത്തായിരുന്നതുകൊണ്ട് ബോംബിങ്ങിൽ കാര്യമായ പരിക്കൊന്നും അവിടെ പറ്റിയില്ല. അവിടെയായിരുന്നു ആശുപത്രി, പരിക്കേറ്റവരെ ചികിത്സിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ വമ്പനൊരു പട്ടണം തന്നെ ഉണ്ടായിരുന്നു, ഈ മലയുടെ മുകളിൽ. അവിടേക്കാണ് നമ്മളിനി പോകുന്നത്. മല കയറി വീണ്ടും യാത്ര തുടരുകയാണ്. യാത്ര ചെയ്ത് നമ്മളെത്തുന്നത് ബാറ്ററി വേ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ്. ബാറ്ററി വേ എന്ന് പറയുന്നത് ഒരു ആയുധ സംഭരണശാലയായിരുന്നു. കനത്ത കോൺക്രീറ്റ് ഭിത്തികളുള്ള വമ്പനൊരു കെട്ടിടം. ഇതിനകത്ത് പീരങ്കി ഷെല്ലുകളും ആയുധങ്ങളും ഒക്കെ, വെടിയുണ്ടകൾ മുതൽ സർവ്വ സാധനങ്ങളും ശേഖരിച്ച് വെച്ചിരുന്നു. ഈ ദ്വീപിൻ്റെ പല ഭാഗത്ത്, മലയുടെ പല ചെരുവുകളിലായിട്ട് ഇത്തരത്തിലുള്ള ആയുധപ്പുരകളുണ്ട്. ഒരു ബോംബിങ്ങിലൊന്നും തകരാത്ത മട്ടിൽ പണിത 2 അടി 3 അടി കനത്തിലൊക്കെ കോൺക്രീറ്റ് കൊണ്ട് പണിത് വെച്ചിരിക്കുന്ന കൂറ്റൻ കെട്ടിടങ്ങൾ. ഇതിൻ്റെയൊക്കെ മുറ്റത്ത് പീരങ്കികളുണ്ട്, വമ്പൻ പീരങ്കികൾ. ഇതിൻ്റെ മുമ്പിൽ 2-3 പീരങ്കികളുള്ളത് ഏതാണ്ട് 7 കിലോമീറ്റർ ദൂരത്തേക്ക്, ഈ മലമുകളിൽ നിന്ന് കടലിലേക്കുള്ള 7 കിലോമീറ്റർ ചുറ്റളവിൽ ദൂരത്തേക്ക് വെടിവെക്കാവുന്ന പീരങ്കികളാണ് അവിടെ നിൽക്കുന്നത്. ഈ പീരങ്കികളുടെ സമീപത്തേക്ക് ട്രാക്കുകൾ ഇട്ടിട്ടുണ്ട്, റെയിൽ ട്രാക്കുകൾ, പാളങ്ങൾ. ഈ പാളങ്ങളിലൂടെയായിരുന്നു ഈ ദ്വീപിലൂടെ ഈ ഹെവി ആയിട്ടുള്ള പീരങ്കികളും ആയുധങ്ങളും അതുപോലെ തന്നെ പെട്ടിക്കണക്കിന്, വമ്പൻ കണ്ടെയ്നറുകൾ കണക്കിന് പീരങ്കി ഉണ്ടകളും ഷെല്ലുകളും ഒക്കെ കൊണ്ടുവന്നിരുന്നത്. അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. അതായത് അതിഗംഭീരമായ ശാസ്ത്രീയമായിട്ടുണ്ടാക്കിയ വമ്പൻ ഒരു സൈനിക കേന്ദ്രമായിരുന്നു ഈ കൊറിഡോർ എന്ന് പറയുന്ന ദ്വീപ്. ഞാൻ പറഞ്ഞല്ലോ, ഈ മുറ്റത്ത് ഒരു 4 വമ്പൻ പീരങ്കികൾ ഇരിക്കുന്നുണ്ട്. ഈ പീരങ്കികളെല്ലാം 360 ഡിഗ്രിയിലും കറങ്ങി വെടിവെക്കാൻ പറ്റുന്നതാണ്. ഈ ദ്വീപിൻ്റെ ചുറ്റോട് ചുറ്റും കടന്നു പോകുന്ന കപ്പലുകളെ ഏതിനെ വേണമെങ്കിലും ഇവർക്ക് ആക്രമിക്കാൻ കഴിയുമായിരുന്നു. ഈ 4 പീരങ്കികളും അങ്ങനെയാണ്. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ, ഈ പീരങ്കിയുടെ ചോട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് കടൽ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്കൊരു സംശയം വരും, ഈ കടൽ കാണാതെ നമ്മളെങ്ങനെയാണ് ഈ കപ്പലിനെ, കടലിലൂടെ കടന്നു പോകുന്ന യുദ്ധക്കപ്പലുകളെ വെടിവെച്ചിടുക? അതിന് വേറൊരു സിസ്റ്റമാണ്. ഈ ദ്വീപിൻ്റെ പല ഭാഗത്തും നിരീക്ഷണ ഗോപുരങ്ങളുണ്ട്, നിരീക്ഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്ന ടവറുകളുണ്ട്. അവിടെ നിരവധി സൈനികരുണ്ട്, അതിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളുകൾ. അവരും യുദ്ധവിമാനങ്ങളുമൊക്കെയാണ് ഇവർക്ക് വിവരം കൊടുക്കുന്നത്. കപ്പലുകൾ ഈ ദിശയിലേക്ക് വരുന്നുണ്ടോ, മനിലയുടെ ദിശയിലേക്ക് കടന്നു വരുന്നുണ്ടോ, അല്ലെങ്കിൽ കൊറിഡോറിൻ്റെ സമീപത്തേക്ക് ശത്രു കപ്പലുകൾ കടന്നു വരുന്നുണ്ടോ എന്നുള്ള വിവരം കൊടുക്കും. അത് ഈ പീരങ്കി ഈ ദ്വീപിൽ തന്നെയുള്ള കമാൻഡ് പോസ്റ്റിലേക്ക് എത്തും. ഈ കമാൻഡ് പോസ്റ്റിൽ ഈ കിട്ടുന്ന കപ്പൽ ഏത് ഡയറക്ഷനിലാണ്, എത്ര ഡിഗ്രി തെക്ക് ഭാഗത്താണ്, അല്ലെങ്കിൽ ആ കൃത്യമായ ഒരു മെഷർമെൻറ്റ് അവർ കൊടുക്കുക. ആ സ്ഥലത്തേക്ക് ഈ പീരങ്കി ഉണ്ട എത്തണമെങ്കിൽ, ഈ കപ്പലിൽ കൃത്യമായിട്ട് ചെന്ന് വീഴണമെങ്കിൽ, അല്ലെ കപ്പലിനെ തുരത്താൻ പാകത്തിന് ഷെല്ലുകൾ വർഷിക്കപ്പെടണമെങ്കിൽ ഈ പീരങ്കി ഏത് ആംഗിളിൽ ഫിക്സ് ചെയ്യണം, ഏത് ദിശയിൽ ഏത് ആംഗിളിൽ അതിനെ വെച്ചിട്ട് ഫയർ ചെയ്താൽ ഇതിലെത്തുമെന്നുള്ളത് ഈ കമാൻഡ് പോസ്റ്റിലിരിക്കുന്ന ടെക്നീഷ്യന്മാർ, വളരെ പരിചയസമ്പന്നരായ നല്ല എൻജിനീയറിംഗ് ബോധമുള്ള ആളുകൾ ഈ ഫയറിംഗ് സ്ക്വാഡിന്, ഈ പീരങ്കി ഓപ്പറേറ്റർമാർക്ക് നിർദ്ദേശം കൊടുക്കും. അതനുസരിച്ച് ഈ പീരങ്കി ഓപ്പറേറ്റർമാർ എന്ത് ചെയ്യും, ഈ പീരങ്കിയുടെ ഡിഗ്രി, അതിൻ്റെ ചെരിവിൻ്റെ ഡിഗ്രി അഡ്ജസ്റ്റ് ചെയ്യും, അതിൻ്റെ ആംഗിളുകൾ അഡ്ജസ്റ്റ് ചെയ്യും, അതിൻ്റെ ദിശ അഡ്ജസ്റ്റ് ചെയ്യും. കൃത്യം എത്ര ഡിഗ്രിയിലാണ് തിരിക്കേണ്ടത് അത് വെച്ചിട്ട് ഇത് ഫയർ ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും കൃത്യമായിട്ട് ഈ ശത്രുവിൻ്റെ പടക്കപ്പലിൻ്റെ മേൽ പതിക്കും. ഇങ്ങനെയായിരുന്നു യുദ്ധം ചെയ്തിരുന്നത്. അപ്പോൾ ഇത് 3 സന്നാഹങ്ങളാണ് ഇതിനകത്ത്. കൃത്യമായ ഇൻഫർമേഷൻസ് കൊടുക്കുന്നൊരു വിഭാഗം, അതിലെ അനലൈസ് ചെയ്ത് കമാൻഡ് കൊടുക്കുന്ന ഒരു വിഭാഗം, ഫയർ ചെയ്യുന്ന മറ്റൊരു വിഭാഗം. ഇങ്ങനെ ഈ 4 പീരങ്കികൾക്കും അത്തരത്തിലുള്ള നിരവധി ടീമുകൾ പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ നിരവധി കപ്പലുകളെ ഈ കൊറിഡോറിൻ്റെ മുമ്പിലുള്ള ഉൾക്കടലിൽ മുക്കിക്കളഞ്ഞിട്ടുണ്ട് യുദ്ധത്തിൽ. ഞാൻ ഈ പീരങ്കിയുടെയും അതിൻ്റെ സമീപത്തുള്ള ആയുധപ്പുരയുടെയും ഒക്കെ ദൃശ്യങ്ങളിലൂടെ ക്യാമറയുമായിട്ട് ഓടി നടന്ന് ചിത്രീകരിക്കണം. ബാക്കിയുള്ളവർക്ക് 1-2 സെൽഫി എടുത്താൽ മതി. എനിക്കിതെല്ലാം കഥ പറയാൻ മാത്രം വിഷ്വൽസ് കിട്ടണം. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ബസ്സിൽ നിന്ന് മണിയടി കേട്ടു. അപ്പോൾ അങ്ങകലെ കൂടെ ഞങ്ങൾക്ക് തൊട്ട് പുറകെ വരേണ്ട ബസ് കടന്നു വരുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ട സമയമായെന്ന് ഉറപ്പായി. ഓടിച്ചെന്ന് ബസ്സിൽ കയറി. ബസ് വീണ്ടും യാത്ര തുടരുന്നു. വനത്തിനുള്ളിലൂടെ ഈ മലനിരകളിലൂടെ യാത്ര ചെയ്യുകയാണ്. അടുത്തതായിട്ട് നമ്മൾ എത്തുന്നത് കൂറ്റൻ 2 പീരങ്കികളുടെ സമീപത്തേക്കാണ്.
ഈ പീരങ്കികളുടെ ബാരലിന് ഓരോ ബാരലിനും 40 അടിയിലേറെ നീളമുണ്ട്. ഞങ്ങളുടെ കൂടെ വന്ന ഒരു രസികൻ ഈ ബാരലെ കൂടെ കയറി അതിൻ്റെ തുഞ്ചത്ത് കയറിയിരിക്കുക വരെ ഉണ്ടായി. ഞാൻ അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തു. ഈ പീരങ്കിയുടെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് 27 കിലോമീറ്റർ അകലേക്ക് ഷെല്ല് പതിപ്പിക്കാൻ മാത്രം കപ്പാസിറ്റി ഉള്ളതായി. ഇതിനകത്ത് നിന്ന് വെടിവെച്ചാൽ 27 കിലോമീറ്റർ അകലെ വരെ ഷെല്ല് ചെന്ന് വീഴും. അതായത് ഈ ദ്വീപിൽ നിന്ന് 360 ഡിഗ്രിയിൽ 27 കിലോമീറ്റർ അകലെ കൂടെ കടന്നു പോകുന്ന ഏത് കപ്പലിനെ ആക്രമിക്കാൻ പറ്റും. കപ്പലിനെ മാത്രമല്ല, തലയ്ക്ക് മുകളിലൂടെ പറക്കുന്ന വിമാനങ്ങളെ വെടിവെച്ചിടാനുള്ള ആയുധങ്ങളും നിരവധി തോക്കുകളും എല്ലാം ഈ ദ്വീപിൻ്റെ പല ഭാഗങ്ങളിൽ വനങ്ങളിൽ സജ്ജീകരിച്ചിരുന്നു. 1-2 സ്ഥലത്തല്ല, വനമാണല്ലോ ഈ ദ്വീപ് മുഴുവൻ വനമാണ്. അതുകൊണ്ട് തന്നെ ആകാശത്തൂടെ പറക്കുന്ന ഒരു വിമാനത്തിന് എവിടെയാണ് ഈ പീരങ്കി എന്ന് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. വനത്തിനുള്ളിൽ നിരവധി സ്ഥലങ്ങളിൽ ഈ പീരങ്കികൾ സ്ഥാപിച്ചിരിക്കുകയാണ്, പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഈ പീരങ്കിയുടെ സമീപത്തൂടെ ഞാൻ ഷൂട്ട് ചെയ്ത് നടക്കുമ്പോൾ അവിടെ വലിയൊരു കുഴി കാണാം. ഒരു ക്രേറ്ററാണത്. ഒരു ബോംബ് വന്ന് വീണ് പൊട്ടിയ ഒരു സ്ഥലം. ഈ ബോംബ് ഇട്ടത് ജപ്പാൻകാരല്ല, അമേരിക്കക്കാർ തന്നെയാണ്. യുദ്ധം തുടങ്ങി അധികം താമസിയാതെ തന്നെ ജപ്പാൻ ഈ ദ്വീപിനെ പിടിച്ചടക്കി. നിരവധി അമേരിക്കൻ സൈനികരെ കൊന്നുകളഞ്ഞു. വലിയൊരു ശതമാനത്തിനെ ജപ്പാൻ്റെ തടവുകാരാക്കി മാറ്റി. പക്ഷേ അമേരിക്കയ്ക്ക് ഇത് തിരിച്ചു പിടിച്ചേ പറ്റൂ. കാരണം കിഴക്കൻ ഏഷ്യയിലെ പസഫിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപരമായൊരു കേന്ദ്രമാണിത്. അമേരിക്ക സർവ്വശക്തി ഉപയോഗിച്ച് യുദ്ധം ചെയ്തു. ഇവർ തന്നെ പണിത ഈ ബങ്കറുകൾ, ഇവർ തന്നെ പണിത ഈ ബാരക്കുകൾ, ഇവർ തന്നെ പണിത പീരങ്കികളെയൊക്കെ അമേരിക്ക പിന്നെ ആക്രമിച്ച് തകർക്കാൻ തുടങ്ങി. കാരണം അമേരിക്ക ഉണ്ടാക്കിയ ഈ സന്നാഹങ്ങളും ഈ കൂറ്റൻ പീരങ്കികളും എല്ലാം ജപ്പാൻ അമേരിക്കയ്ക്കെതിരെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അമേരിക്കയ്ക്ക് ഇത് തകർക്കേണ്ടി വന്നു. അങ്ങനെ അമേരിക്ക കൊണ്ടുവന്നിട്ടൊരു ബോംബ് വന്ന് വീണ വലിയൊരു കുഴിയാണ്, പൊട്ടിയൊരു കുഴിയാണ് അവിടെ കാണുന്നത്. മാത്രമല്ല, ഞാനീ പറഞ്ഞ 40 അടി നീളമുള്ള ഈ പീരങ്കി ഉണ്ടല്ലോ, അതിൻ്റെ ഉരുക്ക് ബാരലേൽ ബോംബ് വന്ന് വീണ് പൊട്ടിത്തകർന്നതിൻ്റെ പാടുകൾ കാണാം നമുക്ക്. അത്ര ശക്തമായ സ്ഫോടനമാണ് അവിടെ നടന്നത്. അമേരിക്കൻ സൈന്യം വേറൊരു പണിയും കൂടെ ചെയ്തിട്ടാണ് ഇവിടുന്ന് കീഴടങ്ങുന്നത്. ജപ്പാൻ പിടിച്ചടക്കി കഴിഞ്ഞു എന്ന് ബോധ്യമായതോടുകൂടി ഇവർ ഈ പീരങ്കികൾ പലതും കേടാക്കിയിട്ടിട്ട് പോയി, ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാക്കി. എന്നാൽ ജപ്പാൻകാർ വേറൊരു തന്ത്രം പ്രയോഗിച്ചു. ഇവരെ പിടിച്ചടക്കിയിട്ട് തടവുപുള്ളികളാക്കി, യുദ്ധ തടവുകാരാക്കി മാറ്റിയതിന് ശേഷം അവരെക്കൊണ്ട് തന്നെ ഈ പീരങ്കികൾ റിപ്പയർ ചെയ്യിച്ച് ഉപയോഗക്ഷമമാക്കി മാറ്റി. എന്നിട്ട് അമേരിക്കൻ വിമാനങ്ങൾക്ക് നേരെയും അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെയും ഇവിടുന്ന് തന്നെ അവർ യുദ്ധം ചെയ്തു, വെടിവെച്ചു, തകർത്തു. വീണ്ടും നമ്മൾ ഈ ട്രോളി ബസ്സിൽ കയറി മല കയറുകയാണ്. മല കയറി വേറൊരു ഭാഗത്തേക്ക് എത്തുമ്പം വമ്പനൊരു കോട്ടയുടെ മുന്നിലേക്ക് നമ്മൾ എത്തുന്നത്. കോട്ടയെന്ന് പറഞ്ഞാൽ 10 അടി കനത്തിൽ, 10 അടി ഒരു മുറിയുടെ അത്രയും കനത്തിൽ കോൺക്രീറ്റ് കൊണ്ട് വലിയൊരു ഡാം പോലെ കെട്ടിയിരിക്കുന്ന ഒരു വമ്പനൊരു മതിൽക്കെട്ടിൻ്റെ അകത്തേക്ക് നമ്മൾ കയറി ചെല്ലുന്നത്. അതിനകത്ത് കനത്ത കോൺക്രീറ്റ് കൊണ്ട് പണിത ഒരു കെട്ടിടം. ആ കെട്ടിടത്തിനകത്ത് മുഴുവൻ ആയുധങ്ങൾ നിറച്ചു വെച്ചിരുന്നു. ഷെല്ലുകളും ബോംബുകളും എല്ലാം നിറച്ചു വെച്ചിരുന്നു, പല പല കള്ളികളായിട്ട്. വമ്പനൊരു കെട്ടിടമാണ്. അതിൻ്റെ ടെറസിൽ, അതിൻ്റെ റൂഫിൻ്റെ മുകളിൽ കൂറ്റൻ പീരങ്കികൾ സ്ഥാപിച്ചിരിക്കുന്നു. ഈ പീരങ്കികൾ വെടിവെച്ച് കഴിഞ്ഞ് ഷെയ്ഡിലേക്ക്, ഉള്ളിലേക്ക് കാണാത്ത മറ്റിൽ മാറ്റാവുന്ന രീതിയിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. താഴത്തെ ഈ കൂറ്റൻ ആയുധപ്പുരയിൽ നിന്ന് പൊത്തുകളിലൂടെ ആയുധങ്ങൾ ആവശ്യാനുസരണം ഈ ടെറസിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ, ഇതിൻ്റെ എല്ലാം മുകളിലൂടെ നടന്ന് നമ്മൾ ഷൂട്ട് ചെയ്തു. അതായത് ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ 2ാം ലോക മഹായുദ്ധത്തിലെ ആ ഭീകരമായ ദിനങ്ങൾ എങ്ങനെയായിരുന്നു നമ്മൾ തിരിച്ചറിയുകയാണ് ഇവിടെ സഞ്ചരിക്കുമ്പോൾ. യൂറോപ്പിൽ ജർമ്മനി യുദ്ധം ആരംഭിക്കുന്നു, അയൽ രാജ്യങ്ങളെ ഓരോന്നോരോന്നായി കീഴടക്കുന്നു, റഷ്യയിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കുന്നു, അതിനിടയ്ക്ക് ബ്രിട്ടൻ്റെ നേരെ ആക്രമണം ആരംഭിക്കുന്നു. ഇപ്പോഴൊന്നും അമേരിക്ക യുദ്ധത്തിൽ ഇടപെടുന്നില്ല. 2ാം ലോക മഹായുദ്ധത്തിൽ ഇത് ഞങ്ങളെ ബാധിക്കുന്നൊരു പ്രശ്നമല്ല എന്നുള്ള ഒരു സങ്കല്പത്തിലായിരുന്നു അമേരിക്ക. എന്നാൽ ഈ ജർമ്മനിയോട് ജപ്പാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അവരൊന്നിച്ച് അച്ചുതണ്ട് ശക്തികളായി മാറാൻ തീരുമാനിക്കുന്നു. ഈ ജപ്പാൻ അമേരിക്കയുടെ ദ്വീപ് സമൂഹമായ ഹവായ് ദ്വീപിലെ പേൾ ഹാർബറിൽ കൊണ്ട് ബോംബിടുന്നു. അതോടെ അമേരിക്കയ്ക്ക് മനസ്സിലായി ഈ യുദ്ധത്തിൽ തങ്ങളും ആക്രമണത്തിന് ഇരയാകാൻ പോവുകയാണെന്ന്. എന്നു മാത്രമല്ല, അപ്പോൾ കിഴക്കനേഷ്യയിൽ അമേരിക്കയുടേതായുള്ള ഫിലിപ്പൈൻസ് അടുത്ത ലക്ഷ്യസ്ഥാനമാണെന്ന് അമേരിക്ക തിരിച്ചറിയുന്നു. ഫിലിപ്പൈൻസിൻ്റെ പ്രധാന സൈനിക കേന്ദ്രം ഈ കൊറിഡോർ ദ്വീപാണ്. അവിടേക്കാണ് ആക്രമണം വരാൻ പോകുന്നതെന്ന് അമേരിക്ക മനസ്സിലാകുന്നു. ജപ്പാൻ അടുത്ത ദിവസം തന്നെ ഈ അമേരിക്കയുടെ ഫിലിപ്പൈൻസിൻ്റെ പ്രധാന സൈനിക കേന്ദ്രമായി കൊറിഡോർ ആക്രമിക്കുന്നു, അതിനെ തകർക്കുന്നു, അതിനെ പിടിച്ചടക്കുന്നു. ഈ സമയത്താണ് അമേരിക്കയുടെ ഈ പസഫിക് മേഖലയിലെ ഈ കിഴക്കൻ പ്രദേശങ്ങളുടെ മുഴുവൻ സൈനിക മേധാവിയായി ഡഗ്ലസ് മക്കാർതർ ചുമതലയേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കേന്ദ്രം, അദ്ദേഹം ഇവിടെ ഇരുന്ന് ഈ കൊറിഡോർ ദ്വീപിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരുന്നാണ് ഈ പസഫിക് സമുദ്രത്തിലെ മുഴുവൻ സൈന്യത്തെ നിയന്ത്രിച്ചത്. സഖ്യകക്ഷികളുടെ സൈന്യവും
ജപ്പാൻ്റെ സൈന്യവും തമ്മിൽ ഈ കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ മുഴുവൻ നടന്ന യുദ്ധത്തെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തിരുന്നത് ഈ ഒരു ചെറു ദ്വീപിലിരുന്നാണ്. അത്ര പ്രാധാന്യമുള്ളതാണ് ഈ ദ്വീപ്. ഈ കിഴക്കനേഷ്യയിൽ നടന്ന ആ യുദ്ധങ്ങളുടെ മുഴുവൻ കേന്ദ്ര സ്ഥാനമായ ദ്വീപിലാണ് നമ്മൾ നിൽക്കുന്നത്, ഓർമ്മ വേണം. വീണ്ടും നമ്മുടെ ട്രോളി ബസ് മല കയറുകയാണ്. മല കയറി വമ്പനൊരു കെട്ടിടത്തിൻ്റെ മുമ്പിലേക്ക് എത്തുകയാണ്. വമ്പൻ കെട്ടിടം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇത്ര നീളമുള്ളൊരു കെട്ടിടം നമ്മൾ കണ്ടിട്ടില്ല. ടോപ്പ് സൈഡ് ബാരക്ക് എന്നാണ് ആ കെട്ടിടത്തിൻ്റെ പേര്. അതിന് വേറൊരു പേരുണ്ട്. അവിടെ ആ കാലത്ത് പട്ടാളക്കാർ വിളിച്ചിരുന്നത് മൈൽ ലോങ് ബാരക്ക് എന്നാണ്. അതായത് 1 മൈൽ നീളമുള്ള ബാരക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ശരിക്കും അതിന് 1 മൈൽ നീളമില്ല, പക്ഷേ അതിൻ്റെ 3 നിലകളുടെ കോറിഡോറുകൾ അതിലൂടെ നടന്നാൽ 1-2 മൈലിലോ മാത്രം നീളമുണ്ട്. 3 നിലകളുള്ള അതിബൃഹത്തായൊരു പട്ടാള ബാരക്ക്. ലോകത്ത് തന്നെയുള്ള പട്ടാള ബാരക്കുകളിൽ ഏറ്റവും നീളമുള്ളത് ഇപ്പോഴും ഈ പട്ടാള ബാരക്കാണ്. തകർന്നു പോയ ഈ പട്ടാള ബാരക്കാണ്. ഇതിനകം 1930കളിലും 40കളിലും ഒക്കെ എത്ര സജീവമായിരുന്നു നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ഇവിടെ ഒരു സൈഡിൽ നീളപ്പാട് ബാരക്ക് കിടക്കുന്നു. ഈ ബാരക്കിൽ നിരവധി പട്ടാളക്കാർ വസിച്ചിരുന്നു. അവർക്കുള്ള ഭക്ഷണം കൊടുക്കുന്ന ഏരിയകൾ, അവരുടെ റിക്രിയേഷൻ ഫെസിലിറ്റികൾ, അവരുടെ ഓഫീസ് മുറികൾ. ഇത് മാത്രമല്ല, ഡഗ്ലസ് മക്കാർതർ എന്ന് പറയുന്ന സഖ്യസൈന്യത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫിൻ്റെ ഓഫീസ് ഈ കെട്ടിടത്തിനകത്തായിരുന്നു. അവിടെ ഇരുന്നാണ്, ഈ കെട്ടിടത്തിനകത്തെ ഓഫീസിലിരുന്നാണ് ആ മനുഷ്യൻ സഖ്യസേനയ്ക്ക് വേണ്ടി ജപ്പാനും ജർമ്മനിക്കും എതിരായിട്ടുള്ള യുദ്ധം നയിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ കെട്ടിടം ജപ്പാൻകാർ ബോംബിട്ട് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ഈ മക്കാർതർ താമസിച്ചിരുന്നത് ഈ കെട്ടിടത്തിനകത്ത് തന്നെയായിരുന്നു. അതീവ സുരക്ഷയുള്ള, കൊടുങ്കാറ്റിനെയും ചുഴലിക്കാറ്റിനെയും പോലും പ്രതിരോധിക്കാൻ പറ്റുന്ന രീതിയിൽ കോൺക്രീറ്റ് കൊണ്ട് 1911 പണിത അതിബൃഹത്തായൊരു ഒരു ബാരക്ക് ബിൽഡിങ്. ബാരക്ക് എന്നൊക്കെ പറയുമ്പോൾ എന്തോ താൽക്കാലിക കെട്ടിടം തകരമടിച്ചതെന്ന് നമ്മുടെ മനസ്സിലേക്ക് അല്ല, കോൺക്രീറ്റ് കൊണ്ട് അതിശക്തമായി പണിത ഒരു ബിൽഡിങ്. ഇത് ആ ഒരു ബിൽഡിങ് കൊണ്ട് ഈ മലമുകൾ തീരുകയല്ല. ഈ മലമുകൾ അതിമനോഹരമായ ഒരു സമതല പ്രദേശമാണ്. ഈ മലയുടെ മുകൾ, അതിൻ്റെ ഒരു ഭാഗം വലിയൊരു ഉദ്യാനം, മറ്റൊരു ഭാഗത്ത് വലിയൊരു മൈതാനം, പരേഡ് ഗ്രൗണ്ട്, 10,000-കണക്കിന് സൈനികരുടെ പരേഡുകൾ നടന്നിരുന്ന മൈതാനം, കൂറ്റൻ മൈതാനം. അതിൻ്റെ ഒരറ്റത്ത് ഹെലിപ്പാഡ്, ഇതിൻ്റെ വേറൊരു ഭാഗത്ത് ഹോസ്പിറ്റല്, റെസ്റ്റോറൻറ്റ്, അവരുടെ ഭക്ഷണശാലകൾ, ഒരു സിനിമാ തിയേറ്ററുകൾ, എല്ലാം തികഞ്ഞൊരു പട്ടണമായിരുന്നു ഇത്. പട്ടാളക്കാർക്ക് വേണ്ടി മാത്രമുള്ളൊരു പട്ടണം. ഈ യുദ്ധം തുടങ്ങുന്നിടം വരെ വളരെ ലിഷേർലിയായി ആഘോഷത്തോടെ സാധാരണ പട്ടാളക്കാരും അവരുടെ സുപ്പീരിയേഴ്സും സൈനിക മേധാവികളും മേധാവികളുടെ കുടുംബാംഗങ്ങളും അവരുടെ ആഘോഷവും എല്ലാം നടന്നിരുന്ന ഒരു ഗംഭീരമായ ടൗൺഷിപ്പ്. അവിടെ ഒരു സിനിമാ തിയേറ്ററുണ്ട്. എല്ലാ ദിവസവും ഒരു ഷോ നടന്നിരുന്ന, വീക്കെൻഡിൽ 2 ഷോ നടന്നിരുന്ന സിനി കോറിഡോർ എന്ന് പറയുന്ന തിയേറ്റർ, അത് തകർന്നു പോയി ബോംബിങ്ങിൽ. പക്ഷേ അതും നമുക്ക് കാണാം. അതിന് സമീപത്ത് ഇപ്പോൾ പുതുതായിട്ട് ഒരു മ്യൂസിയം പണിതിട്ടുണ്ട്. ഇവിടുത്തെ ജീവിതം എന്താണെന്ന് നമ്മളെ കാണിക്കുന്ന ഒരു മ്യൂസിയം. ബാച്ചിലർമാരായ ഓഫീസേഴ്സിന് വേണ്ടിയിട്ടുള്ള ബാരക്കുകളുടെ വലിയൊരു നിര വേറൊരു ഭാഗത്തുണ്ട്. ഇങ്ങനെ ഏതാണ്ട് 14,000 ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്ന ഒരു ടൗൺഷിപ്പാണ് ഈ മലമുകളിൽ. അതിഗംഭീരമായി ഇന്നും അതിനെ സംരക്ഷിക്കുന്നു. ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഈ വലിയ മൈൽ ലോങ് ബിൽഡിങ്ങുകളും ഒക്കെ പാതി മുക്കാലും തകർന്ന് തരിപ്പണമായ മട്ടില്ല. പക്ഷേ ആ തകർന്ന മട്ടിൽ കിടക്കുന്ന ആ കിടപ്പുണ്ടല്ലോ, അതൊരു കാഴ്ച തന്നെയാണ്. അവിടെ സജീവമായി നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഗാംഭീര്യം, അവിടെ നടന്നിരുന്ന ജീവിതം, അവിടെ നടന്ന യുദ്ധം, അവിടെ നടന്ന പോരാട്ടങ്ങൾ, തിരിച്ചാക്രമണങ്ങൾ, കൂട്ടക്കൊലകൾ, ഇതിൻ്റെ എല്ലാം സാക്ഷികളായ ആ കെട്ടിടം. അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. നമ്മൾ 1940കളിലേക്ക് തിരിച്ചു പോവുകയാണ്. അവിടുത്തെ ജീവിതം മനക്കണ്ണിൽ കാണുകയാണ്. ഇതെല്ലാം കണ്ട് അതിലൂടെ നടക്കാൻ നമുക്ക് 1/2 മണിക്കൂർ സമയം തന്നു. ഞാൻ ഈ തിയേറ്ററിൻ്റെ പരിസരത്തുകൂടെ, ഈ മൈതാനത്തുകൂടെ, ഈ ഉദ്യാനത്തിലൂടെ, ഈ സ്മാരകത്തിന് സമീപത്തേക്ക് ഒക്കെ നടന്നു. മക്കാർതറുടെ ഓഫീസിൽ ആ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ പോയി നിന്ന് മക്കാർതർ എന്ന ആ സൈനിക മേധാവി, പ്രതിഭാശാലിയായ ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന് ഈ പസഫിക് സമുദ്രത്തിൻ്റെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് സ്ക്വയർ കിലോമീറ്റർ വരുന്ന പ്രദേശങ്ങളിലെ ദ്വീപ് സമൂഹങ്ങളിലെ ഒക്കെ യുദ്ധത്തെ നയിച്ച നാളുകളാണ് ഞാൻ ഓർത്തത്. ആ പ്രതിഭാശാലി അവിടെ നിന്ന് നമസ്കരിച്ചു പോകും നമ്മൾ. അവിടെ വലിയ കഥകൾ അവശേഷിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ബസ്സിലെ മണിയടിച്ചു. നമ്മൾ ഓടിച്ചെന്ന് ബസ്സിൽ ചെന്ന് കയറി. ബസ്സിൽ കയറുമ്പോൾ ആ ഗൈഡ് പറഞ്ഞു, ഇനിയുള്ള യാത്രയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ജപ്പാൻകാർ ഇവിടം പിടിച്ചടക്കിയതിന് ശേഷം നടന്ന കിരാതമായ ഒരു കാലഘട്ടത്തിൻ്റെ കഥകളാണ്. 10,000-കണക്കിന് പെൺകുട്ടികളുടെ ജീവിതം തകർത്ത് കളഞ്ഞ ആ കാലഘട്ടത്തിൻ്റെ കഥയാണ്. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കുടുംബങ്ങളെ ഇല്ലാതാക്കി കളഞ്ഞ ആ കാലഘട്ടത്തിൻ്റെ കഥയാണ്. ആ കഥകൾ കേൾക്കാൻ കാതോർത്ത് ഞങ്ങളിരുന്നു. മലേഷ്യ
തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ.